ഒരു മാസത്തെ റമദാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാൾ പിറയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. ഇന്ന് ചന്ദ്രപ്പിറവി കണ്ടാൽ നാളെ, ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെ ചെറിയ പെരുന്നാളാണ്. അഥവാ കണ്ടില്ലെങ്കിൽ ശനിയാഴ്ചയായിരിക്കും കേരളത്തിൽ പെരുന്നാൾ. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നലെ മാസപ്പിറവി കാണാത്തതിനാൽ നാളെ ചെറിയ പെരുന്നാളായി അവിടെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് മാസപ്പിറവിൽ കണ്ടാൽ മാത്രമേ നാളെ പെരുന്നാൾ ആകൂ, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ചെറിയ പെരുന്നാളാവുക. എന്തായാലും വലിയ ആകാംക്ഷയോടെ മാനത്തേക്ക് നോക്കി നിൽക്കുന്നു ഇസ്ലാം മത വിശ്വാസികൾ. ഇന്ന് 6:37 സൂര്യാസ്തമയം കഴിഞ്ഞ് ചന്ദ്രാസ്തമയത്തിനിടയിലുള്ള സമയത്തെയാണ് നമ്മൾ മൂൺലാഗ് എന്ന് വിളിക്കുക. ഒരു ഇടവേളയാണ്. ആ ഇടവേളയിലാണ് നമുക്ക് പെരുന്നാൾ പിറ കാണാനുള്ള സമയം. ഏറെക്കുറെ 20 മിനിറ്റ് മൂൺലാഗ് ഉണ്ട്. അതിനിടയിൽ ചന്ദ്രപ്പിറവി കാണും എന്ന വിശ്വാസത്തിലാണ് പലയിടങ്ങളിലായി ഈ മാസപ്പിറവി കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളും സൗകര്യങ്ങളും ഒക്കെ പല ഇടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കുറയും പോലെ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ, കടലുണ്ടിയിൽ, പൊന്നാനിയിൽ, തിരുവനന്തപുരത്ത്, മറ്റിടങ്ങളിലായൊക്കെ ഇപ്പോൾ മാസപ്പിറവി കാണുന്നതിന് വേണ്ടിയുള്ള വലിയ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവരിലേക്ക് വരുന്നതിന് മുമ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, ഇന്നിപ്പോൾ മൂൺലാഗ് എന്ന് വെച്ചാൽ സൂര്യാസ്തമയം കഴിഞ്ഞ് ചന്ദ്രാസ്തമയത്തിന് ഇടയിലുള്ള സമയത്തെയാണല്ലോ നമ്മൾ മൂൺലാഗ് എന്ന് വിളിക്കുന്നത്. എത്ര സമയമുണ്ട്? ഇന്ന് മാസപ്പിറവി കാണാനും നാളെ ചെറിയ പെരുന്നാളാകാനും എത്ര കണ്ട് സാധ്യത ഇപ്പോൾ കാണുന്നു? സൈഫുദ്ദീൻ, വിവിധ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നാളെ പെരുന്നാളാകുമോ, ഇന്ന് മാസപ്പിറവി കാണുമോ എന്നെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. വാനശാസ്ത്രപരമായി അതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആദ്യം ഒന്നാമത്തെ കാര്യം പറഞ്ഞു പോകാം. അത് മൂൺലാഗ് തന്നെയാണ്. മൂൺലാഗ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എത്രത്തോളം സമയമുണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും സാധാരണക്കാർ വിചാരിക്കുന്നത് പോലെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ഉദിച്ചു തുടങ്ങുകയല്ല ചെയ്യുന്നത്. നേരത്തെ തന്നെ ചന്ദ്രൻ അവിടെയുണ്ട്, പകൽ സമയത്തുണ്ട്. പക്ഷേ സൂര്യൻ ഉള്ളതുകൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ മൂൺലാഗ് എന്ന് പറയുന്നത്. ഈ മൂൺലാഗ് എത്രത്തോളം സമയമുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് കാണാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല എന്നുള്ളതിനൊരു ചോദ്യം, അവിടെ കാണാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ സൂര്യാസ്തമയം 6:37 ചന്ദ്രാസ്തമയം 6:57. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ കോഴിക്കോട് 20 മിനിറ്റ് സമയം ചന്ദ്രനെ കാണാനുള്ള സമയമുണ്ട്. 6:37 6:57 ഇടയിൽ 20 മിനിറ്റ് സമയമുണ്ട്. ഈ സമയത്തിനിടയിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മാസം കാണാനുള്ള സാധ്യത അത് കുറവല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അത് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ സൂര്യാസ്തമയം 6:36. കോഴിക്കോട് മുമ്പേ കൊച്ചിയിൽ സൂര്യൻ അസ്തമിക്കുന്നു. ചന്ദ്രാസ്തമയം വരികയാണെങ്കിൽ അത് 6:55. അവിടെയും 19 മിനിറ്റ് മൂൺലാഗുണ്ട്. അവിടെയും കാണാനുള്ള ഒരു സാധ്യത കൊച്ചിയിലും നിലനിൽക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അവിടെ സൂര്യാസ്തമയം 6:33. ആദ്യം സൂര്യൻ അസ്തമിക്കുന്നത് ആ ഭാഗത്താണ്, തിരുവനന്തപുരം ഭാഗത്താണ്. അവിടെ 6:33 അസ്തമിക്കുന്നു. ചന്ദ്രൻ്റെ അസ്തമയം 6:52. അവിടെയും 19 മിനിറ്റ് മൂൺലാഗുണ്ട്, സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലായിടത്തും, ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ മൂൺലാഗ് ശരാശരി ഒരു 19 മിനിറ്റ് സമയമുണ്ട്. ഈ 19 മിനിറ്റ് സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എടുക്കുന്ന സമയമാണ്. അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോഴാണ് പരമ്പരാഗത രീതിയിൽ അവിടെ ചന്ദ്രനെ കാണുന്നത്, അതേപോലെ തന്നെ പെരുന്നാൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 7 മണിക്കുള്ളിൽ സാധാരണ രീതിയിൽ ഇത് കാണണം, ചന്ദ്രനെ കാണണം. കണ്ടതിന് ശേഷം ഒരു കാളിയുടെ അടുക്കിലേക്ക് ഇത് പോകണം, സാക്ഷികൾ വേണം. അങ്ങനെ സാക്ഷികളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധനകളെല്ലാം ഒത്തുവന്നാൽ ആണ് കാളിമാർ ഇത് ഉറപ്പിക്കുന്നത്, മാസപ്പിറവി ഉറപ്പിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും സജ്ജരാണ് കാളിമാരെല്ലാം തന്നെ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം 6:37 അതേപോലെ തന്നെ 40 ഒക്കെ ഇടയിലുള്ള സമയത്താണ് കാളിമാർ സജ്ജരായി നിൽക്കുക. അതോടൊപ്പം തന്നെ എല്ലായിടങ്ങളിലും അവർ ഏർപ്പാടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. സാധാരണ രീതിയിൽ മാസം കാണാൻ സാധ്യതയുള്ള ഇടങ്ങൾ, കാപ്പാടടക്കമുള്ള ഇടങ്ങൾ,
അവിടേക്കെല്ലാം തന്നെ അവരുടെ പ്രതിനിധികൾ ഉണ്ടാകും. ആ പ്രതിനിധികൾ ഇവരെ വിളിച്ചറിയിക്കുന്നു. അതിനുശേഷം ഖാദിമാർ പ്രഖ്യാപിക്കുന്നു. ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും 4 കാര്യങ്ങൾ ഒന്ന് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾ നമ്മൾ പിന്നീട് വിശദീകരിക്കും. ഒന്നാമത്തെ കാര്യം ഏതായിരുന്നാലും പോസിറ്റീവാണ്. മൂൺലാഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം, ആ കാര്യം ഏതായിരുന്നാലും സാധ്യത ഏറ്റുന്നൊരു കാര്യമാണ്. മറ്റു 3 സാധ്യതകൾ നമുക്ക് പിന്നീട് പറയാം.